ഇന്ന് സഭയായി ദശാംശ അർപ്പണ ദിനമായി കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. എല്ലാ ഞായറാഴ്ചയും അർപ്പണ ദിവസങ്ങളാണ്. ഡേ ഓഫ് ഡെഡിക്കേഷൻ, ഡേ ഓഫ് സബ്മിഷൻ. എന്നാൽ ഇന്ന് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി ദശാംശ അർപ്പണമായി സഭയായി കൊണ്ടാടുന്ന ദിവസമാണ്. ഇന്ന് എവങ്കലിയനായി വായിച്ച ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. യേശു കർത്താവ് ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ വഴിപാട് അർപ്പിക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദരിദ്രയും വിധവയുമായ ഒരു സ്ത്രീ വന്ന് 2 കാശ് അവൾ അർപ്പിച്ചപ്പോൾ, കാഴ്ചവെച്ചപ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറയുന്നു, ഈ ഭണ്ഡാരത്തിൽ കാഴ്ച അർപ്പിച്ചതിൽ ഈ ദരിദ്രയായ വിധവ ഏറ്റവും അധികം നൽകിയിരിക്കുന്നു. എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിട്ടിരിക്കുന്നു, അവളോ അവളുടെ ദാരിദ്ര്യത്തിൽ ഇല്ലായ്മയിൽ നിട്ടു. അവളുടെ ഉപജീവനം മുഴുവൻ അവൾ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മലാഖി ലേഖനത്തിൽ വായിച്ചപ്പോൾ നാം കേൾക്കുകയുണ്ടായി, നിങ്ങൾ എന്നെ തോൽപ്പിക്കുവാൻ നോക്കുന്നുവോ, നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കുവാൻ നോക്കുന്നുവോ, എങ്ങനെ ഇത് കഴിയും? എന്നാൽ നിങ്ങൾ ഒന്നിൽ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് തോൽപ്പിച്ചിരിക്കുന്നത്? ദശാംശ അർപ്പണത്തിലും വഴിപാടിലും നിങ്ങൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. എത്രയോ യാഥാർത്ഥ്യമാണ്. അന്നും ഇന്നും ഒരുപോലെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ദശാംശം കൊടുക്കുന്നതിൽ ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയും. വഴിപാടുകൾ സത്യസന്ധതയോടെ അർപ്പിക്കുന്നതിൽ ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയും. മലാഖി ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദശാംശം അർപ്പിച്ചില്ല എങ്കിൽ യു ആർ റോബിങ് ഗോഡ്, നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന വകയിൽ സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി നൽകുക. 2 ആറ്റിറ്റ്യൂഡ് നമുക്കവിടെ കാണാം. ഒന്ന് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ്, 2 ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പുവർ വിഡോ. ഇത് 2 അനുകരണീയമായ മാതൃകകളാണ്. എന്താണ് യേശു കർത്താവിൻ്റെ മനോഭാവം? നോ മാറ്റർ ഹൂ യു ആർ. അവൾ ആരാണ്? ഒന്ന് ഒരു സ്ത്രീയാണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഷീ ഈസ് ഇൻ ദ മാർജിൻ. 2 അവളൊരു ദരിദ്രയാണ്. ഷീ ഈസ് എ പുവർ പേഴ്സൺ. ദാരിദ്ര്യം അതും ഒരു മാർജിനിൽ നമ്മളെ അകറ്റി നിർത്തുന്ന ഒന്നാണ്. 3 ഷീ ഈസ് എ വിഡോ, അവളൊരു വിധവയാണ്. അപ്പോൾ അന്നത്തെ പശ്ചാത്തലത്തിൽ ഈ 3 ഘടകങ്ങളും പുഷിങ് പീപ്പിൾ ടു ദ മാർജിൻ, സമൂഹത്തിൻ്റെ അതിരുകളിൽ കഴിയുന്ന ആളുകളുടെ പ്രതിനിധിയാണ് ഈ സ്ത്രീ. അവളൊരു സ്ത്രീയാണ്. പരസ്യമായി ഒരു രംഗത്തേക്ക് വരുവാൻ പരിമിതികൾ ധാരാളമുണ്ട്. ഒരു ദരിദ്രയാണ്. അതുകൊണ്ട് തന്നെ സമ്പന്നന്മാർ, ശാസ്ത്രിമാർ, പരീക്ഷന്മാരൊക്കെ ഇരിക്കുന്ന വേദിയിൽ വന്ന് ഒരു കാഴ്ച അർപ്പിക്കുവാൻ പോലും പരിമിതിയുള്ള ദരിദ്രയായ ഒരു സ്ത്രീ. 3 അവളൊരു വിധവയാണ്. വിധവ എന്ന് അന്നത്തെ കാലത്ത് പറയുമ്പോൾ ഷീ ഈസ് എ ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ. പരസ്യമായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനൊക്കെ വിലക്കുകൾ ഉണ്ടായിരുന്ന വൈധവ്യം കണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ, അവളെക്കുറിച്ച് അവൾ ചെയ്തത് നല്ലത് എന്ന് പറയുന്ന ഒരു മനോഭാവം. വേദോസ്തവത്തിൽ പലയിടങ്ങളിലും യേശു കർത്താവ് ചിലരെക്കുറിച്ചെങ്കിലും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്. ഒരു പ്രജാതിക്കാരി സ്ത്രീയോടാണ് പറയുന്നത്, നിൻ്റെ വിശ്വാസം വലുത്. വേറൊരിടത്ത് പറയുന്നുണ്ട്, പാപിനിയായ ഒരു സ്ത്രീ വന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം ഉപയോഗിച്ച് വാങ്ങിച്ചതായിട്ടുള്ള സൗരഭ്യവാസനയായിട്ടുള്ള തൈലം കർത്താവിൻ്റെ കാൽക്കൽ ഒഴിച്ച് തലമുടി കൊണ്ട് തുവർത്തുമ്പോൾ പറയുന്നു, അവൾ എങ്കൽ വലിയവ ചെയ്തു. സമൂഹം അംഗീകാരം കൊടുക്കുവാൻ പലപ്പോഴും വൈമനസ്യം കാണിക്കുന്ന ഒരു വ്യക്തികൾ, അവരിലെ നന്മ കണ്ട് അംഗീകരിക്കുന്നൊരു കർത്താവ്. നോ മാറ്റർ ഹൂ ഹീ ഈസ്, നോ മാറ്റർ ഹൂ ഷീ ഈസ്. എത്ര വലിയ നന്മയാണ്. കനാന്യ സ്ത്രീ പ്രജാതിക്കാരി ശതാധിപനോട് പറയുന്നുണ്ട്, ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നൊരു ദൈവം. ബാഹ്യമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല, അതിലൊക്കെ അപ്പുറമായി തിരിച്ചറിയുന്നൊരു ദൈവം. കർത്താവ് അങ്ങനെയുള്ളവരെ മാനിക്കുന്നതായി കാണുന്നു. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ്. നമുക്കത് നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്താൻ നല്ലൊരെണ്ണമാണ്. പലപ്പോഴും നമ്മൾ ആര് പറയുന്നു എന്നുള്ളതാണ്, ആര് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിലയിരുത്തൽ. വി ജഡ്ജ് ബൈ ദ പേഴ്സൺ, നോട്ട് ബൈ ദ ഡീഡ്. പലപ്പോഴും എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ
ഈ സ്ത്രീ അവൾക്കുള്ള ഉപജീവനം മുഴുവനായി 2 കാശായി ഭണ്ഡാരത്തിലിട്ടപ്പോൾ യേശു പറയുന്നു, അവൾ വലിയവ, അവൾ ഏറ്റവും അധികം അവളാണ് ഇട്ടിരിക്കുന്നത്. സമ്പന്നന്മാരൊക്കെ പണം ഇട്ടു, അവരെ ആരുമല്ല പുകഴ്ത്തുന്നത്. വലിയ പ്രമാണിമാരുടെ മുമ്പിൽ വിജയിച്ച് ഇസ്രായേൽ ജാതിയിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ശതാധിപനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പുറജാതിക്കാരനായ മനുഷ്യൻ. കനാന്യ സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്, അവളുടെ വിശ്വാസം വലുത്. പാപിനിയായ സ്ത്രീയോടാണ് പറയുന്നത്, അവളെങ്കിൽ വലിയവ ചെയ്തു എന്ന്. പ്രിയമുള്ള, ഈ ഒരു മനോഭാവം പുലർത്തുവാൻ ഇന്ന് നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ്. വി ഷുഡ് അപ്രീഷിയേറ്റ് ദ ഗുഡ് ഇൻ അതേഴ്സ്. മറ്റുള്ളവരിലെ നന്മ കാണാൻ നമുക്ക് കഴിയണം. ആര് ചെയ്തു എന്നുള്ളതിനേക്കാൾ അധികമായി എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമായി. യേശു അവളെക്കുറിച്ച് പറയുന്നു, അവളെ ഏറ്റവും അധികം ഇട്ടിരിക്കുന്നു. ലോകപ്രകാരം ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് ധാരാളമായി ഇട്ടപ്പോൾ നമ്മൾ പലപ്പോഴും ആരെയാണ് പുകഴ്ത്തുന്നത്? അധികം ഇട്ടവരെ പുകഴ്ത്താറുണ്ട്. അധികം ദ ക്വാണ്ടിറ്റി. എന്നാൽ അധികം ഇവിടെ നിശ്ചയിക്കുന്നത് നോട്ട് ബൈ ദ ക്വാണ്ടിറ്റി ബട്ട് ബൈ ദ ക്വാളിറ്റി ഓഫ് ഗിവിങ്, ആറ്റിറ്റ്യൂഡ് ബിഹൈൻഡ് ഗിവിങ്. അവളുടെ ഉപജീവനം മുഴുവനായിട്ടിരിക്കുന്ന അവളുടെ ഉപജീവനം മുഴുവനായിട്ടത് അത് കണ്ട് നല്ലതെന്ന് പറഞ്ഞൊരു കർത്താവ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവേ, മറ്റുള്ളവരിലെ നന്മ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതോ ആളുകളെ അളക്കുന്ന പലപ്പോഴും ആര് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്? യേശു എപ്പോഴും മറ്റുള്ളവരിലെ നന്മ. ചുറ്റുപാടുമുള്ള ശാസ്ത്രിമാരും പരീക്ഷന്മാരും എന്ത് പറയും എന്നുള്ളത് യേശുവിനൊരു വിഷയമേ ആയിരുന്നില്ല. തൊട്ട് മുമ്പുള്ള വേദഭാഗ്യത്തിൽ പറയുന്നുണ്ട്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ അവർ ഒരുങ്ങി ദേവാലയത്തിലേക്ക് വരുന്നു, അവർ വിധവമാരെ വിഴുങ്ങിക്കളയുന്നു, അവരെ ചൂഷണം ചെയ്യുന്നു. പുറമേ ഭാവത്തിലും കെട്ടിലും ഒക്കെ അവർ സുന്ദരമായി വന്നവരാണ്, നല്ല വേഷം ധരിച്ചു വരുന്നു, പള്ളിയിൽ മുഖ്യസ്ഥാനം അവർക്കുണ്ട്. അവർ വിധവമാരെ ചൂഷണം ചെയ്യുന്നു, അവരുടെ വീടുകളെ വിഴുങ്ങിക്കളയുന്നു. യേശു കർത്താവ് ഈ ദരിദ്രയായ, ഈ വിധവയായ സ്ത്രീ അംഗീകരിക്കുന്നതായി കാണും. നമുക്കും നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവേ, മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ, മറ്റുള്ളവരെ എന്ത് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കി അവരെ സ്വീകരിപ്പാൻ, അവരിലെ നന്മ കാണുവാനുള്ള മനോഭാവം നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. 2, ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദിസ് വിമൻ. ഈ സ്ത്രീയുടെ മനോഭാവം എന്തായിരുന്നു? അവൾ സമൂഹത്തിൻ്റെ മാർജിനിൽ കഴിയുന്നൊരു സ്ത്രീയാണ്. എങ്ങനെയാണ് അവൾ ദരിദ്രയായി തീർന്നത്? പലപ്പോഴും അവളുടെ ദോഷം കൊണ്ടൊന്നും അല്ല അവൾ ദരിദ്രയായി തീരുന്നത്. ഇന്ന് ദരിദ്രരായി തീർന്നിരിക്കുന്ന അവരുടെ ദോഷം കൊണ്ടൊന്നും അല്ല. എങ്ങനെയോ അവർ അങ്ങനെ ആ അവസ്ഥയിലായിപ്പെട്ടുപോയി. ആ ദാരിദ്ര്യം പലപ്പോഴും ഒക്കെ മനോഭാവങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ വ്യത്യാസങ്ങൾ വരുത്താം. എന്നാൽ ഈ ദാരിദ്ര്യാവസ്ഥയിൽ പോലും her attitude towards God is complete surrender. അവരുടെ ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലും അവരുടെ വൈധവ്യത്തിലും യേശുവിനെ എല്ലാമായി കണ്ട ഒരു സ്ത്രീയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാർജിനൽ എക്സ്പീരിയൻസ് നമുക്കൊക്കെ ഉണ്ടാകാം. മാർജിനൽ എക്സ്പീരിയൻസ്, അത് രോഗമായിരിക്കാം, അത് ദാരിദ്ര്യമായിരിക്കാം, അത് വൈധവ്യമായിരിക്കാം, അതൊക്കെ മാർജിനൽ എക്സ്പീരിയൻസാണ്. വി ആർ ഇൻ ദ മാർജിൻ. നമുക്ക് ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, എന്തുകൊണ്ട് എന്നെ നീ അതിരുകളിലേക്ക് തള്ളിയിരിക്കുന്നു? എന്തുകൊണ്ട് ഈ വൈധവ്യം? എന്തുകൊണ്ട് ഈ ദാരിദ്ര്യം? എന്തുകൊണ്ട് ഈ രോഗം എന്നൊക്കെ നമുക്കൊക്കെ തോന്നിപ്പോകാം. ഈ സ്ത്രീ, ഷീ ഹാസ് ഓവർകം ദാറ്റ്. ആ ഒരു മനോഭാവത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവൾ ദൈവത്തിന് വേണ്ടി തൻ്റെ സർവസ്വവും സമർപ്പിക്കുന്നതായി കാണുന്നു. അവളുടെ ഉപജീവനം മുഴുവൻ എന്ന് പറഞ്ഞാൽ ദ ഹോൾ പേഴ്സൺ. ഈ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഈ ഒരു കൊടുത്തതായ 2 കാശെന്ന് പറയുന്നത് അവളുടെ ഒരു ദിവസത്തെ ഉപജീവനം മുഴുവനാണ്. നാളെ എന്തെന്ന് അവൾക്കറിയില്ല, അവൾക്ക് ഭയപ്പെടാനില്ല. കുരുടന് അവളുടെ പുതപ്പൊക്കെ ഇട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞതുപോലെ ഈ ദരിദ്രയായ വിധവ എല്ലാം കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. നമ്മുടെ അർപ്പണത്തിലൊക്കെ ഈ വിശ്വസ്ത പുലർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കാഴ്ചകളിൽ ഈ വിശ്വസ്ത പുലർത്താൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പുലർത്തുന്നുണ്ടായിരിക്കാം, ലെറ്റ് us thank God. എന്നാൽ പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ വി ആർ ഡിഫീറ്റിംഗ് ഗോഡ്. നമ്മുടെ ദൈവത്തെ തോൽപ്പിക്കുക. ദൈവമേ, ഞങ്ങളുടെ സ്തോത്ര കാഴ്ചകൾ, ഞങ്ങളുടെ അർപ്പണത്തിൽ നിന്നെ തോൽപ്പിച്ചു പോയിട്ടുണ്ടോ? ഞങ്ങളുടെ വഴിപാടുകൾ നിന്നെ തോൽപ്പിച്ചു പോയിട്ടുണ്ടോ? ഞങ്ങൾ നിന്നെ കൊള്ളയടിക്കുന്നുണ്ടോ? ദൈവം നൽകുന്ന വകയിൽ സന്തോഷത്തോടെ കൊടുക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിരിക്കാൻ, ആത്മാർത്ഥതയോടെ ആ കാഴ്ചകൾ നൽകുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രാഴ്ചയൊക്കെ സമർപ്പിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി കാഴ്ചവെച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ച, ദ ഹോൾ മൈ സെൽഫ്, എന്നെ മുഴുവനായി സമർപ്പിക്കുക.
അപ്രകാരമൊക്കെ സമർപ്പിക്കുന്ന ഒരു മനോഭാവം എന്നും നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവസ്വം എന്ന് പറയുന്നത് ജീവനാണ്. ജീവൻ്റെ ദശാംശം കൊടുക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. പണം കൊടുത്ത് ദശാംശം കൊടുത്ത് മാത്രം തൃപ്തിയാകാതെ ജീവൻ്റെ ദശാംശം കൊടുക്കണം. ജീവനാണ് പണത്തേക്കാൾ ഏറ്റവും വലുതെന്ന് പറയുന്നത്. ലൈഫ് ഈസ് മോർ പ്രഷ്യസ് ദാൻ മണി. സ്തോത്രാഴ്ച സഞ്ചരിയിൽ ഇടുന്ന പണത്തേക്കാൾ വലുതാണ് എൻ്റെ ജീവൻ. ജീവൻ്റെ ദശാംശം കൊടുക്കാനും പലപ്പോഴും ഞാൻ പറയാറുണ്ട്. നമുക്കിത് കഴിയുമോ? ദൈവമേ, എനിക്ക് ദൈവം നൽകിയിട്ടുള്ളത് പരിപൂർണമായ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധ കുർബാന എപ്പോഴും ഒരു സമർപ്പണത്തിൻ്റെ അവസരമാണ്. ഈ രാവിലെ അതിനൊരവസരം കർത്താവ് നമുക്ക് തരുന്നു. ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുകയാണ്. എന്താണ് നമ്മൾ സമർപ്പിക്കുന്നത്? അവർ ഹോൾ ലൈഫ്, നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കർത്താവിൻ്റെ മനോഭാവം, ഈ ദരിദ്രയായ സ്ത്രീയുടെ മനോഭാവം ഞങ്ങളിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.